ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ഷേമ പെൻഷൻ കറക്ഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകളിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ബാങ്കിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്നതിനും പിന്നെ ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട മറ്റ് തെറ്റുതിരുത്തലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കുന്നതിനും പെൻഷൻ കറക്ഷൻ എന്ന രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. കെ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ. അപ്പോൾ നമ്മൾ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കെ സ്മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും. ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിനി പെൻഷൻ തിരുത്തലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇത് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും അവസാനം കാണുന്ന അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിസൺ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സിറ്റിസൺ വെൽഫെയറിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ രണ്ടാമതായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡിയുടെ നെയിമും കൂടെ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലോഗിനിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ അപ്ലൈഡ് ഫോർ അതേഴ്സ് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ സൈഡിലുള്ള ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് താഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിനിൽ നിന്നും ഓൾറെഡി നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഇനി ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ആഡ് ചെയ്യാനുള്ളത് ആ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജനറൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും. ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. എങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി പെൻഷൻ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നമ്മളോട് 2 മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഡോക്യുമെന്റ് ടു പ്രൂവ് കറക്ഷൻ, എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റാണോ നിങ്ങൾക്ക് തിരുത്താനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ് ആണ് നമ്മളോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് നമ്മുടെ ആധാർ കാർഡ് ആണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ 2 ഡോക്യുമെന്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴെയായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ബാങ്കിലേക്ക് മാറ്റാനാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ്ബുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി മറ്റെന്തെങ്കിലും തെറ്റുകളാണ് തിരുത്താനുള്ളതെങ്കിൽ നമ്മൾ കാരണം വിശദമാക്കി ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി പ്രിവ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം താഴെയായിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അടുത്തത് ഡിക്ലറേഷൻ ആണ്. നമ്മൾ എഗ്രി ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് OTP വെരിഫിക്കേഷൻ ആണ്. അതിനായിട്ട് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം സൈഡിൽ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി ബാക്കി വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മുടെ ലോഗിന് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.